പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സാറാസ് കിച്ചണിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു മാവുണ്ടയാണ്. ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ കുത്തിരി കൊണ്ടുള്ളൊരു മാവുണ്ട കാണിച്ചു തന്നായിരുന്നു. ഇനിയിപ്പം ഞാൻ അരിയും കൊണ്ടുള്ള ഒരു നല്ല അവലോസ് പൊടി എടുത്തിട്ട് അതിനകത്തൊരു മാവുണ്ടയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നിങ്ങളെ അതൊന്ന് പരിചയപ്പെടുത്തട്ടെ. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു 4 നാഴി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 തേങ്ങ തിരികെ ഇവിടെ വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ ജീരകം വെച്ചിട്ടുണ്ട്. ഒരു 5 ഏലക്കായും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ നമ്മൾ യോജിപ്പിച്ച് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് ഇത് അടപ്പിലോട്ട് വെക്കട്ടെ. ഇതെല്ലാം കൂടെ ഒന്നിച്ചായിടുന്നത് കേട്ടോ. നല്ലപോലെ ഇനി അങ്ങ് യോജിപ്പിക്കാം. ഇതിന് ഞാൻ വറക്കാൻ പോവാണ് കേട്ടോ. ഇനി മാവ് വറക്കുകയാണ്. നല്ലപോലെ ചുമക്കുന്ന പരുവം വരെ വരണം, അതുവരെ വറക്കണം. ഈ മാവിനകത്തൊരു ശകല ഉപ്പൂടെ ചേർക്കണം, ഒരു പിഞ്ച് ഉപ്പ്, എന്നാലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഉണ്ട എടുക്കാം. ശർക്കരയൊക്കെ പാനിയാക്കി ഒഴിച്ച് എടുക്കാം. ഞാനൊരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി കശുവണ്ടി വറുത്ത് ഈ ഉണ്ട പിടിക്കാനായിട്ട് ഇടുകയാണ്. ഇത് ചെറിയ ചുമക്കുന്ന പരുവാകുമ്പോൾ എടുത്ത് നമുക്ക് ആ മാവിനകത്തോട്ടിട്ട് നമുക്ക് ഉണ്ട പിടിക്കാനാണ്. നെയ്യും ഈ കശുവണ്ടിയും കൂടി ഈ മാവിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ശർക്കരയുടെ പാനിയാക്കി അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ട പിടിക്കാം. ശർക്കര എടുക്കുമ്പോൾ നല്ല കയ്യിൽ ഒട്ടുന്ന പരുവായിരിക്കണം. ഒത്തിരി മുറുകിപ്പോയാൽ നമുക്ക് ഉണ്ട പൊട്ടിക്കാൻ പാടാം കേട്ടോ. അതുകൊണ്ട് ഒരു പരുവത്തിന് എടുക്കണം, ഒരു നൂല് പരുവാകുമ്പോൾ എടുക്കണം. പച്ചരി വറുത്ത് പൊടിച്ചതാണിത്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ ശർക്കരപ്പാനി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഈ മാവുണ്ട പിടിക്കാൻ പോവാണ്. നമ്മുടെ മാവുണ്ട റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുത്തിരിയുടെ മാവുണ്ടയെക്കാട്ടി ഇച്ചിരിയുടെ ടേസ്റ്റായിട്ട് തോന്നുന്നത് പച്ചരിയുടെ മാവുണ്ടയാണ്. ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത്. എന്തെങ്കിലും പോരായ്മ ഉണ്ട് എൻ്റെ മക്കളുമാരൊക്കെ ഒന്ന് ക്ഷമിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.